അപ്പോൾ നമ്മൾ പല വിഭാഗത്തിൽപ്പെട്ട പല മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളെടുത്ത് നമ്മൾ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. കർഷകന് ബോണസും പെൻഷനും കൊടുത്ത് കർഷകനെ ഒന്നാമതാക്കുന്നതിനെ പറ്റിയിട്ട് നമ്മൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ അടുത്തും അധ്യാപകരുടെ അടുത്തും സാധാരണ ജനങ്ങളുടെ അടുത്തും കോളേജ് കുട്ടികളുടെ വിദ്യാർത്ഥികളുടെ അടുത്തും എല്ലാ സ്ഥലത്തും നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരും തന്നെ അതിനൊരു എതിർപ്പായിട്ട് അല്ലെങ്കിൽ കർഷകൻ ഇത് കൊടുക്കരുതെന്ന് ആർക്കും അഭിപ്രായമില്ല. എല്ലാവരും പറഞ്ഞത് ഇത് തന്നെയാണ്, കർഷകൻ അത് വേണം, കർഷകന് സമൂഹത്തിൽ അംഗീകാരം വേണം എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഇതിന് എന്താണ് ചെയ്യേണ്ടത് എന്ന് കാര്യമായിട്ട് ആലോചിക്കേണ്ടത് തന്നെയാണ്. നമ്മൾ അത് ഗവൺമെൻറ് തലത്തിൽ തന്നെ അതിൻ്റെ ആലോചനകൾ വേണമെന്നുള്ളത് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. അല്ല, നമ്മളിപ്പോൾ ഇത് എല്ലാവരെയും കൊണ്ട് പറയിക്കുക, നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കർഷകനാണിത് വേണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? നിങ്ങളുടെ മൊബൈൽ എടുത്തിട്ട് നിങ്ങൾ പ്രധാനമന്ത്രിക്ക് ഒരു മെസ്സേജ് അയക്കാം. അതേ മെസ്സേജ് നിങ്ങളുടെ ലിങ്കിലുള്ള നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ ഈ ലിങ്ക് ഇങ്ങോട്ട് അയക്കുക. അത് ചെയ്യാനതിന് ആരുടെയും ഒരു ചിലവുമില്ലല്ലോ. എല്ലാവരുടെയും മെസ്സേജ്, ലക്ഷക്കണക്കിന് മെസ്സേജ് പ്രധാനമന്ത്രിക്ക് ചെല്ലട്ടെ. അവരൊന്നും ശ്രദ്ധിക്കില്ലേ? എടാ എന്താ ഇതിനകത്ത് എന്തോ കാര്യമുണ്ടെന്നുള്ളൊരു ശ്രദ്ധ വരില്ലേ? അതിൽ കോളേജിലെ സ്റ്റുഡൻസ് ചെറുപ്പക്കാരങ്ങനെ എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞാലോ കൂടുതൽ ശ്രദ്ധ അതിനകത്തേക്ക് വരില്ലേ? കാരണം ഭാവി അവരുടെ വോട്ടാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കാൻ തുടങ്ങും. പിന്നെ ഇത് സമൂഹം പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ സമൂഹത്തിൻ്റെ പ്രതിനിധിയായ ഗവൺമെൻറ്റിന് ചെയ്തേ പറ്റൂ. അപ്പോൾ പറഞ്ഞു തുടങ്ങുക എന്നുള്ളതാണ് പ്രധാനം, ചെയ്തു തുടങ്ങലല്ല. അല്ലെങ്കിൽ സമൂഹത്തിനനുസരിച്ചാണല്ലോ പലപ്പോഴും ഒരുപാട് പ്രതിബന്ധങ്ങൾ ഉണ്ടാവും. കാരണം വെച്ചാൽ മുമ്പുള്ള ഒന്നും ഇപ്പോൾ ഇല്ലല്ലോ. വ്യവസായ വിപ്ലവത്തിൽ അടിച്ച് തീർന്നില്ലേ നമ്മളെ പ്രകൃതി കംപ്ലീറ്റ്. ഇനിയിപ്പോൾ വീണ്ടും നേരത്തെ ഞാനും ജയേഷനും കൂടി ഈ പാടത്ത് പോയി നോക്കുമ്പോൾ വെള്ളക്കെട്ടാണ്. അപ്പോൾ അവിടെ ഇനി എന്തെങ്കിലും കൃഷി ചെയ്യാൻ സാധ്യത ഉണ്ടോ എന്ന് നോക്കണമെങ്കിൽ എത്രമാത്രം പണിയെടുക്കണം. പക്ഷേ ഇന്ന് കുറേ കൂടി എളുപ്പമാണ് വിലയിട്ട പലപ്പോഴും ടെക്നോളജി. ഇപ്പോൾ നമ്മൾ പഴയ കാലത്തെ പരമ്പരാഗതമായിട്ട് എന്താ പറയുക ഏരിനെ വെച്ച് കഴിഞ്ഞ് വലിച്ചെടുക്കുന്ന ആ സിസ്റ്റം ഒന്നല്ല. ടെക്നോളജി നമുക്ക് നമ്മൾ പഴയ കാലത്തെ ഈ മറ്റേ എന്താ പറയുക ഈ പൗരാണിക യുഗത്തിൽ പോയിട്ട് വെച്ച് കഴിഞ്ഞ് പഴയ കലപ്പിയും സാധനം വെച്ച് പണിയെടുത്തോളൊന്നും നമ്മളാരും പറയുന്നില്ലല്ലോ. അത്ര കടുംപിടുത്തക്കാരുമല്ല നമ്മൾ. എന്ന് യഥാർത്ഥത്തിൽ നമ്മളൊന്നേ ചിന്തിക്കുന്നില്ല, നമ്മളുടെ അടുത്ത തലമുറയ്ക്കും കൂടി ഇവിടെ ജീവിക്കാൻ പറ്റണം, വളരെ ആനന്ദത്തോടു കൂടി ജീവിക്കാൻ പറ്റണം, നമുക്ക് ആനന്ദത്തോടു ജീവിക്കാൻ പറ്റണം എന്നുള്ള ഒറ്റ സിസ്റ്റം മാത്രമേ നമ്മളിവിടെ പറയുന്നുള്ളൂ. അല്ലാണ്ട് നമ്മൾ പഴയ ഇവിടെ കലപ്പയും കൊണ്ടുവരണമെന്നോ നമ്മുടെ പുരാവസ്തു ഇവിടെ സ്ഥാപിക്കണമെന്നോ ഒന്നുമല്ല നമ്മൾ പറയുന്നത്. അത് തന്നെയല്ലേ, നമ്മൾ ഒരു വിഭാഗത്തിനും എതിരല്ല. ഇപ്പോൾ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുണ്ട്, നമ്മളവർക്ക് എതിരല്ല. രാഷ്ട്രീയ പാർട്ടിയുണ്ട്, നമ്മൾക്ക് അതിനെതിരല്ല. പക്ഷേ നമ്മൾ പറയുന്നത് ഈ കർഷകന് ഈ അംഗീകാരം കൊടുക്കണം. അത് ഒരു ജനപ്രതിനിധികളായിട്ട് നിൽക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണ്. അതിന് പകരം കർഷകനെ തന്നെ ആ ഉത്തരവാദിത്തം ഏൽപ്പിക്കരുത്. ഇപ്പോൾ സാധാരണ ഇത് ചെയ്തു തന്നെ എന്താണ്, കർഷകൻ തന്നെ ഒരു സംഘം ഉണ്ടാക്കി ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ഉണ്ടാക്കിയാൽ എല്ലാം പരിഹരിക്കാമെന്ന ധാരണ ഗവൺമെൻറ് ഇരിപ്പുണ്ട്. ഒരിക്കലും വിജയിക്കില്ല. അതുറപ്പാണ്. അതിൻ്റെ വളരെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഞാനൊക്കെ ഏകദേശം 100-200ഓളം നെൽവിത്തുകൾ രാജ്യത്തിൻ്റെ പല ഭാഗത്തായിട്ട് നമ്മൾ പോയിട്ട് സംഭരിച്ചെടുത്താൽ അതിനെ കൃഷി ചെയ്യുന്നു, ഇതിനെപ്പറ്റിയുള്ള പഠനങ്ങൾ നടത്തുന്നു. പിന്നെ ആരോഗ്യകരമായ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന വാല്യൂ ആഡഡ് പ്രൊഡക്റ്റുകൾ പലതും നമ്മൾ ആരോഗ്യകരമായ പഠനങ്ങളുടെ ഭാഗമാണ്. അത് ചെയ്യുന്നു, പ്രാവർത്തികമാക്കും, പലപ്പോഴും പഠിച്ചു വെക്കും. അതിനെ നമ്മളെന്താക്കും, വിപണനം ചെയ്യുന്നു. ഇത്രയും സാധനങ്ങൾ നമ്മൾ ഒരാൾ ചെയ്തിട്ട് പോലും സക്സസ് ആവാത്തതിൻ്റെ ഒരു കാരണം ഇത് നമ്മൾ മാത്രം ചെയ്യേണ്ട ജോലിയല്ല, ഇത് ഓരോരുത്തരും കൂടി ചെയ്യേണ്ട ജോലിയാണ്. അല്ലേ, ഗവൺമെൻറ്റിന് ഒരു ഉത്തരവാദിത്തമുണ്ട്. ഗവൺമെൻറ് പൊതുജനത്തിൻ്റെ പ്രതിനിധിയാണ്. ആ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഗവൺമെൻറ് മാറി നിൽക്കരുത്. അതായതെങ്കിലും കുറച്ച് വ്യക്തികളെ കൂട്ടിയിട്ട് അവരിലേക്ക് ചുമതല കൊടുക്കരുത്. കാരണം ഒരു സംഘടന ഉണ്ടാക്കി അല്ലെങ്കിൽ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ഉണ്ടാക്കി ആ കമ്പനി പെൻഷൻ കൊടുത്തോണമെന്ന് പറഞ്ഞാൽ നടക്കില്ലാത്ത കാര്യമാണ്. കാരണം ഈ കമ്പനി എപ്പോഴും ഡയറക്ടർ ബോർഡ് മാറിക്കൊണ്ടിരിക്കുക, അതിനകത്ത് തലപ്പത്ത് തന്നെ അവർ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം തകർന്നറിയില്ലേ? ഇത്തരം നടപ്പാക്കിയ സാധനങ്ങളെ പറ്റി ഗവൺമെന്റ് ഒരു പഠനം നടത്തിയാൽ മതി. ഇതിൽ ഏതെല്ലാം എത്രത്തോളം വിജയിച്ചു എന്നുള്ളൊരു പഠനം നടത്തി എത്രത്തോളം പൈസ അറ്റ്ലീസ്റ്റ് ആ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയിലെ അംഗങ്ങളുടെ കൃഷി പുരോഗമിച്ചു. അതിപ്പോൾ യഥാർത്ഥ സംഭവം മനസ്സിലാക്കാതെ ഒക്കെ പുറത്ത് തലവിടുന്ന പരിപാടി മാത്രമേ. അതാണ് പ്രശ്നം. അത് ഇക്കോ ഷോപ്പുകളൊക്കെ ഉണ്ടല്ലോ. എത്ര ഇക്കോ ഷോപ്പ് ഉണ്ടാക്കി ഇവിടെ? ഒറ്റയൊന്നും
ഒരെണ്ണം തുറന്നു പ്രവർത്തിക്കുന്നില്ല, ഒക്കെ പൂട്ടിക്കിടക്കും. കരിക്ക് പാർലറുകൾ ഉണ്ടാക്കി, ഓർക്കനുണ്ടോ? കരിക്കിൻ്റെ പാർലറുകൾ ഇപ്പോഴും തമിഴ്നാട്ടിൽ നിന്ന് വന്ന കരിക്കല്ലേ പാർലറുകൾ ഉള്ള. ഈ പൊട്ടാസ്യം തലയ്ക്കകത്തില്ലാത്ത ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്ന വർക്കുകളായിക്കൊണ്ടായിരിക്കോ ചിലപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യമാണല്ലോ നേരത്തെ പറഞ്ഞു വെച്ചാൽ ചോദ്യം ചോദിച്ചൂടെ? ഇല്ല, ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ വന്നു പറ്റത് എന്താണെന്ന് വെച്ചാൽ അവർ സുരക്ഷിതരായി, പിന്നെ മറ്റുള്ളവരെ പറ്റി അവർ ചിന്തിക്കുന്നു, മനസ്സിലായി? അവർ സുരക്ഷിതരായി എന്നുള്ളൊരു. അപ്പോൾ എല്ലാവരുടെയും വിചാരം എങ്ങനെയെങ്കിലും ഒരു ഗവൺമെൻറ് ജോലി മേടിക്കുക, പിന്നെ പണിയെടുക്കാതിരിക്കുക. ഇതാണ് ഉദ്യോഗസ്ഥരുടെ ഒരു നിലപാട്. അത് അങ്ങനെ ആയിപ്പോയി. അല്ലാതെ അത് വിദ്യാഭ്യാസം കൊണ്ടും കൂടി ഉണ്ടാക്കിയതല്ലേ? തെറ്റിയത് നമുക്ക് തെറ്റിയത് നമ്മുടെ ആഹാരവും വിദ്യാഭ്യാസവുമാണ്. ഇത് രണ്ടും ശരിയാക്കി എടുത്തേ പറ്റും. വിദ്യാഭ്യാസം ശരിയാക്കി എടുത്തേ പറ്റും. വിദ്യാഭ്യാസം ശരിയാക്കി എടുക്കാൻ വേണ്ടി ഒരുപാട് പണികൾ ഗവൺമെൻറ്റൊക്കെ ചെയ്തു നോക്കി. പക്ഷേ ഇതൊന്നും തന്നെ വിജയിക്കുന്നില്ല. ഒന്നും വിജയിച്ചിട്ടില്ല. ആഹാരത്തിൻ്റെ കാര്യത്തിലും വിജയിച്ചിട്ടില്ല. ഇപ്പം മോഡേൺ അഗ്രികൾച്ചർ ഇവിടുത്തെ പട്ടിണി മാറ്റി എന്നാണ് പറയുന്നത്. ഇന്നും പട്ടിണിയല്ലേ ലോകം മുഴുവൻ. ആധുനിക കൃഷി രീതിക്ക്, ആധുനിക ടെക്നോളജിക്ക് ഇവിടുത്തെ പട്ടിണി മാറ്റാൻ കഴിഞ്ഞു. ഇപ്പോഴും പട്ടിണി മരണങ്ങൾ കേരളത്തിൽ പോലും പട്ടിണി ഇല്ലാത്ത ഗ്രാമം എന്നും പറഞ്ഞിട്ട് ബോർഡ് വെക്കേണ്ടി വന്നില്ല. അതല്ല അണ്ണ, പട്ടിണിയെക്കാട്ടും മാരകല്ലേ പൊണ്ണത്തടി? പിന്നെ പട്ടിണി നമുക്കൊരു ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ മാറും. പക്ഷെ പൊണ്ണത്തടി എങ്ങനെ മാറ്റാൻ പറ്റും? 150 കിലോ 200 കിലോ ഒക്കെ ഉള്ള ആളുകളെ കണ്ടിട്ടില്ല. ഈ ഒരൊറ്റ കാര്യം നമ്മളിപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന ഫാർമർ ഫസ്റ്റ് ഏറ്റെടുത്തിരിക്കുന്ന ഒരു കാര്യം, കർഷകന് അവൻ്റെ ഉൽപ്പന്നങ്ങൾ ന്യായവിലയ്ക്ക് ഗവൺമെൻറ് എടുക്കുന്നത് വരെ ഉൽപ്പാദനത്തിന് ആനുപാതികമായ ബോണസും പെൻഷനും കിട്ടുന്നത് വരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. അതിൻ്റെ മൈക്രോ മോഡൽ നമ്മൾ ചെയ്യണം. ഒരു മൈക്രോ മോഡൽ ഒരു 10 കർഷകർക്കെങ്കിലും പെൻഷൻ കൊടുക്കുന്ന ഒരു സ്കീം നമ്മൾ നടപ്പിലാക്കി കഴിഞ്ഞാൽ ഗവൺമെൻറ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഗവൺമെൻറ് ഈ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികൾ പെൻഷൻ ബോണസും പെൻഷനും കൊടുത്തിരിക്കണം. ഇതിൻ്റെ വില തീരുമാനിക്കുന്നത് അവിടുത്തെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആയിരിക്കണം. ആ സോയിൽ ടെസ്റ്റ് ചെയ്ത് അവിടുന്ന് 1 കിലോ സാധനം ഉണ്ടാക്കുന്നതിൻ്റെ ഉൽപ്പാദന ചെലവ് എത്രയാണെന്ന് കർഷകനറിയില്ല. ആ ഉൽപ്പാദന ചെലവും ബോണസും ലാഭവും കൂടി കണക്കാക്കിയുള്ളൊരു വില തീരുമാനിക്കണം. ആ വില അല്ലാതെ കർഷകൻ പറയണ വില, കർഷകന് കോസ്റ്റ് അക്കൗണ്ടൻസി ഒന്നും അറിയില്ല. അവനെ കൃഷി ചെയ്യാനേ അറിയാവുള്ളൂ. ഇതിൻ്റെ കോസ്റ്റ്, എക്സാക്റ്റ് കോസ്റ്റ് വിലയിരുത്താൻ പറ്റില്ല. കാരണം മണ്ണിൻ്റെ കണ്ടീഷൻ അറിയില്ല. ഈ മണ്ണിൽ നിന്ന് എത്ര കിലോ ഉൽപ്പാദിപ്പിക്കാമെന്ന് അവനറിയില്ല. അതിൻ്റെ ഉൽപ്പാദന ചെലവ് എത്ര വരുമെന്ന് അറിയില്ല. ഇതെല്ലാം ചെയ്യേണ്ടത് ഒരു യൂണിവേഴ്സിറ്റിയാണ്. ആ ഒരു വില ഒരു പ്രദേശത്തെ, ഇപ്പോൾ വയനാടൻ മണ്ണ് ഉൽപ്പാദിപ്പിക്കുന്ന വിലയല്ല ഞങ്ങൾ ചേർത്തല മണ്ണിലുണ്ടാക്കണം. ഡിഫറൻ്റ് അല്ലേ? അപ്പോൾ അവിടെയും കർഷകർ ഉണ്ടാക്കുന്നുണ്ട്, അവരുടെ എടുക്കണം. അപ്പോൾ അത് വയനാട്ടിലെ വില ആയിരിക്കില്ല കൊടുക്കേണ്ടി വരിക. ഈ വില തീരുമാനിക്കണത് വെറുതെ ഗവൺമെൻറ് തറവിലയെന്നും പറഞ്ഞിട്ടുണ്ട്. തറവില ഇട്ടിട്ട് കാര്യമില്ല. തറവില ഇട്ടാൽ എല്ലായിടത്തും യൂണിഫോം. അത് തറവില തറയാണെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കാരണം അത് ഒരു അസംബന്ധ സാധനം.